ഒറ്റയാൻ ഭീതി രൂക്ഷമാകുന്നതിനിടെ രാജഗിരിയിലെ ഏക യാത്രാമാർഗമായ തൂക്കുപാലവും തകർച്ചാ ഭീഷണിയിലാണിപ്പോൾ. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി നഗറിൽ കോൺക്രീറ്റ് പാലം പണിയണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തേജസ്വിനി പുഴയ്ക്കും കർണാടക വനത്തിനും ഇടയിൽ താമസിക്കുന്ന രാജഗിരി നിവാസികൾ പുഴയിലെ മുളപ്പാലം വഴിയാണ് പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ കാലപ്പഴക്കം ചെന്ന മുളപ്പാലം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പാലം പണിയാനുള്ള മുളകൾ സാധാരണ കർണാടക വനത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത്. എന്നാൽ വനത്തിൽ നിന്നും മുള മുറിക്കുന്നതിന് കർണാടക വനംവകുപ്പ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ അറ്റകുറ്റപ്പണിയും നിലച്ചിരിക്കുകയാണ്. ഒരു വശത്ത് കുത്തിയൊലിക്കുന്ന തേജസ്വിനി പുഴയും മറുവശത്ത് കാട്ടാനകൾ വിഹരിക്കുന്ന കർണാടക വനവും. ജീവൻ പണയം വെച്ചാണ് രാജഗിരി ഇടക്കോളനി നിവാസികളുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത്. നമ്മൾ 2-3 വർഷമായി നമുക്കിവിടെ മര്യാദയ്ക്ക് ഇവര് പഞ്ചായത്ത് മെമ്പർ കാര്യങ്ങൾ ഇവരോട് നിയമത്തിന് മുമ്പിൽ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ പാലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ആനവേലി കാര്യങ്ങളും സുരക്ഷിത കാര്യങ്ങളും അല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ആനയെ വല്ലാണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്കനെ കഴിഞ്ഞ എല്ലാം കൊന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു വേലി നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ആന വീണ്ടും ഇനി അക്കരെ കയറി ശല്യം ചെയ്യുമെന്ന് മെമ്പർ അടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ നമുക്കിതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഒരു അടിസ്ഥാനപരമായിട്ടൊരു പാലങ്ങൾ തരുവോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇരുമ്പ് പാലാണ്, ഒരു നടപ്പാലാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിന് സൗകര്യമില്ല, അത് തന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും താമസം പോയതെന്ന് വെച്ചാൽ ആനയുടെ ഇത് ശല്യം തന്നെയാണ്. വേലി ഇല്ല, നിലവിൽ വേലി എല്ലാം തകർത്തിക്കൊണ്ടാണ് ആന ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ ഇക്കരെ കയറി പുഴയ്ക്കിക്കരെ കയറി നാശനഷ്ടങ്ങളെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇവിടെ ആന വന്ന് തകർത്തിട്ടാണ് ഉള്ളത്. ആന ഇപ്പോൾ നിലവിൽ അക്കരെ നിന്നുണ്ട്, കാർന്ന് സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചോളം കാര്യം ഇത് പഞ്ചായത്ത് അതിൻ്റെ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധയിൽപ്പെട്ട് നോക്കി നടപടി എടുത്തില്ലെങ്കിൽ ഇക്കരെ വീണ്ടും ചിലപ്പോൾ മരണങ്ങളോ വീടുകളോ നടത്തിയിരിക്കാം. ഇതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ആരോടും ഇനി പറയാനുള്ള പഞ്ചായത്ത് മെമ്പറോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അടിസ്ഥാനമായിട്ടൊരു പാലമാണ് മെയിനായിട്ട് വേണ്ടത്. പാലം ഇല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് അക്കരയ്ക്ക് ഇക്കരയ്ക്കും ആർക്കും ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടെയാണ്. രാജഗിരി ഇടക്കോളനി അതിനെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു കുഞ്ഞുങ്ങളില്ല. പിന്നെ വഴിവിളക്ക്, കറണ്ടിൻ്റെ കാര്യങ്ങളോ ഒരു വഴിവിളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവിടെ എല്ലാ സംവിധാനവും ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് താമസിക്കാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങളിങ്ങനെ അതിലൊരു കമ്മിറ്റി കാര്യങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കത് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിസ്ഥാനമായിട്ട് നമുക്കൊന്ന് കാണണം. അതാണ് ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇപ്പം തന്നെ ഇക്കരെയുള്ളവരെല്ലാം ഭീഷണിയായില്ലേ, എല്ലാവർക്കും ഭീഷണിയായി തുടങ്ങി. ഞാൻ ഇതുപോലെ കളിക്കുവാണെങ്കിൽ ആർക്കും കൃഷി കാര്യങ്ങളോ ഒന്നും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നുവെച്ചാൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിനകത്ത് വേണ്ടിച്ചാൽ പഞ്ചായത്തിൻ്റെ വേണ്ടപ്പെട്ടൊരു നോക്കിയിട്ട് ആനേനെ മയക്കുവെടി വെച്ച് ഇവിടെ കാണിക്കുന്ന പോലെ മയക്കുവെടി വെച്ച് പിടിച്ച് ആനേനെ ഇവിടുന്ന് മാറ്റുക. അതാണ് നടക്കുന്നത്. ഇത് കൂട്ടക്കാരല്ല, ഒറ്റയാനയാണ് ശല്യം ചെയ്യുന്നത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.